നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മോദി ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തി. തിരിച്ച് നെതന്യാഹു മോദിയെയും. പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രമണിഞ്ഞ് അത്താഴത്തിനെത്തിയ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അത്ഭുതപ്പെടുത്തി. രാജ്യാന്തര തലത്തിൽ വലിയ മാനങ്ങൾ നൽകുന്നതാണ് മോദിയുടെ 2 ദിന സന്ദർശനം. ഇസ്രായേലിലെത്തിയ മോദിക്ക് പ്രതീക്ഷിച്ചതിലും വലിയ വരവേൽപ്പ്. ബെൻഗുരിയോൻ വിമാനത്താവളത്തിൽ നെതന്യാഹുവും ഭാര്യയും മോദിയെ സ്വീകരിക്കാനെത്തി. മോദി തന്റെ പ്രിയപ്പെട്ട സഹോദരനെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. മോദിയും നെതന്യാഹുവും ഒരു ഹ്രസ്വ ചർച്ച നടത്തി. പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെന്റിലെത്തിയപ്പോൾ മോദി മോദി എന്ന വിളിയോടുകൂടി പാർലമെന്റ് അംഗങ്ങൾ ഉച്ചത്തിൽ കരഘോഷം മുഴക്കി. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ് കീഴടക്കി മോദിയുടെ ശബ്ദം. നെതന്യാഹുവിനെ എതിർക്കുന്ന പ്രതിപക്ഷം നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചു. എന്നാൽ തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ ആ എംപിമാർ ഒരുമിച്ചെത്തി. ഭരണപക്ഷവും പ്രതിപക്ഷവും മോദിയെ കേൾക്കാൻ നെസറ്റിൽ ഇരിപ്പുറപ്പിച്ചു. മോദിക്കെതിരായല്ല ഞങ്ങൾ നെസറ്റ് ബഹിഷ്കരിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ. പിന്നീട് തുടർച്ചയായ കയ്യടി. ഇന്ത്യയെ ഹൃദയത്തിലേറ്റിയ ഇസ്രായേൽ ജനതയാണ് ഇക്കഴിഞ്ഞ ദിവസം ലോകം കണ്ടത്. ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണം അംഗീകരിക്കുന്നില്ല എന്നൊരിക്കൽ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി നെസറ്റിനോട് പറഞ്ഞു. ഏറെ കരഘോഷത്തോടെയാണ് അംഗങ്ങൾ ഈ വാക്കുകളെ സ്വീകരിച്ചത്. ഭീകരവാദത്തിനെതിരെ ഞങ്ങൾക്ക് ഇരട്ടത്താപ്പില്ല. പാലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം മാത്രം. നെസറ്റ് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ നൽകി നരേന്ദ്രമോദിയെ ഇസ്രായേൽ ആദരിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ആ പ്രസംഗം, ലോകം ആ പ്രസംഗം ഇപ്പോൾ ഒരു അത്ഭുതത്തോടെ കേൾക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ആ പ്രസംഗം ഇങ്ങനെ: സഭാധ്യക്ഷ, മാന്യരായ നെസറ്റ് അംഗങ്ങളെ, രാജ്യത്തലവന്മാരെ, പ്രധാനമന്ത്രിമാരെ, എപ്പോഴും എന്നതുപോലെ തന്നെ ഇതെനിക്ക് ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. എനിക്ക് വ്യക്തിപരമായി പറയാൻ ഒത്തിരി കാര്യങ്ങൾ. എൻ്റെ പ്രിയ സുഹൃത്ത് നരേന്ദ്രമോദി, എൻ്റെ സഹോദരൻ, ഇന്ന് ഇസ്രായേൽ സന്ദർശിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാൾ. അതുകൊണ്ട് തന്നെ ഞാൻ അതിയായി വികാരാധീനനാണ്. ഞാനൊരു നയതന്ത്രജ്ഞനായി സംസാരിക്കേണ്ടതിനാൽ താരതമ്യം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ നിങ്ങളുടെ ഈ സന്ദർശനത്തെക്കാൾ കൂടുതൽ എന്നെ സ്പർശിച്ച മറ്റൊരു സന്ദർശനം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇസ്രായേലിൻ്റെ മഹത്തായ സുഹൃത്തെ, ലോകവേദിയിൽ ഇസ്രായേലിൻ്റെ ശക്തമായ പിന്തുണക്കാരനെ, ജെറുസലേമിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയ സുഹൃത്തെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ, ജെറുസലേം മണ്ണിലേക്ക് സ്വാഗതം. നിങ്ങൾ എനിക്ക് ഒരു സുഹൃത്ത് മാത്രമല്ല, എൻ്റെ സഹോദരൻ കൂടിയാണ്. നിരവധി അർത്ഥങ്ങളിൽ നിങ്ങൾ എനിക്കൊരു സഹോദരൻ തന്നെയാണ്. മുൻപ് നമ്മൾ 2 പേരും മെഡിറ്ററേനിയൻ കടൽ തീരത്ത് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ചെരുപ്പുകൾ അഴിച്ച് വെള്ളത്തിലേക്ക് നടന്നാലോ? ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നാം ശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ച ആ വെള്ളത്തിലേക്ക് നാം അങ്ങനെ യാത്ര ചെയ്തു. നമ്മുടെ സൗഹൃദം അതിനുശേഷം അത്ഭുതകരമായി വളർന്നു. നമ്മൾ തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയായി, സഹകരണം 4 ഇരട്ടി, പരസ്പര ബോധ്യവും വിശ്വാസവും അതീവ ശക്തമായി. വ്യക്തിപരമായും നമ്മുടെ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയിലും ഈ സൗഹൃദം ഇപ്പോൾ പ്രകടമാണ്. നമ്മുടെ സൗഹൃദം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ ഞാനും എൻ്റെ ഭാര്യ സാറയും ചേർന്ന് നിങ്ങളെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. നിങ്ങൾ വിമാനത്തിൽ നിന്നിറങ്ങുമ്പോൾ നമ്മൾ ഒരുമിച്ച് അണിചേർന്നു. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്: ആലിംഗനം, ഹഗ്. ഒരാളെ ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കുന്നത് ഔപചാരികതയല്ല. മോദി ഹഗ് എന്നാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത്. മോദിയുടെ ആലിംഗനം അത്രയധികം സൗഹൃദപരമാണ്. അതൊരു യഥാർത്ഥ വികാരമാണ്. അതാണ് യഥാർത്ഥ സൗഹൃദത്തിൻ്റെ അടയാളം. അതുകൊണ്ട് ഞാൻ ആ സൗഹൃദത്തിൻ്റെ ആലിംഗനം നിങ്ങളിലേക്ക് തിരിച്ചു നൽകുന്നു. ഇത് ഇസ്രായേലിൻ്റെയും ഇന്ത്യയുടെയും ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രതീകമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ ഏകദേശം 1 ബില്യൺ ജനസംഖ്യയുള്ള ഒരു മഹാശക്തിയാണ്. ആത്മാവിലും ശക്തിയിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു രാജ്യം. നമ്മുടെ സഖ്യം നമ്മുടെ വ്യക്തിഗത ശേഷികളെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ശക്തിയായി അത് മാറുന്നു. നമ്മൾ 2 കൂട്ടരും ആയിരക്കണക്കിന് വർഷങ്ങളുടെ പൈതൃകമുള്ള പുരാതന നാഗരികതകളാണ്. മനുഷ്യ നാഗരികത വികസിച്ച പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇൻഡസ് താഴ്വര. നമ്മുടെ പൈതൃകം ആത്മാവിൻ്റെയും ചിന്തയുടെയും ധാർമ്മികതയുടെയും മഹത്തായ ആശയങ്ങളാൽ സമ്പന്നം. നാം 2 ജനാധിപത്യ രാജ്യങ്ങളാണ്. ഇന്ത്യ ഒരു മഹത്തായ ജനാധിപത്യ രാജ്യം. പക്ഷേ ഇസ്രായേലും ഒരു ശക്തമായ ജനാധിപത്യമാണ്.
നാം പല വെല്ലുവിളികളും നേരിട്ടു, നിരവധി പരീക്ഷണങ്ങൾ കടന്നുപോയി. എന്നാൽ അതിനിടയിലും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളും നമ്മുടെ ബന്ധവും നാം ഉറപ്പോടെ നിലനിർത്തി. നമ്മൾ സൃഷ്ടിച്ച ഈ തുറന്നതും ശക്തവുമായ തന്ത്രപരമായ സഖ്യം നമ്മുടെ രണ്ട് രാജ്യങ്ങളും ഇന്ന് അവരുടെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നു. ഇസ്രായേൽ എന്നത് മുമ്പത്തേക്കാൾ ശക്തമാണ്. നിങ്ങളുടെ ഓഫീസിൽ നമ്മളിരുന്നപ്പോൾ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഓരോ വാർത്തയും ഞാൻ വ്യക്തിപരമായി കേൾക്കുന്നു. ഇന്ത്യ ലോക റാങ്കിങ്ങുകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നു. ഇന്ത്യ ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഇത് നരേന്ദ്രമോദി ചെയ്തു, അതിനൊപ്പം ഇന്ത്യൻ ജനങ്ങളുമെന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്ന ഒരൊറ്റ കാര്യം, കൂടുതൽ വളർച്ച, കൂടുതൽ പുരോഗതി, കൂടുതൽ സമൃദ്ധി അത് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. അതിന് ഒരൊറ്റ കാര്യം, നമ്മുടെ ബന്ധം. കഴിഞ്ഞ 12 വർഷങ്ങളായി നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങൾ വലിയ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. തൊഴിൽ, ആരോഗ്യരംഗം, കൃഷിക്ഷേമം, ജീവിത നിലവാരം, ഊർജം, സാങ്കേതികവിദ്യ, നവീകരണം, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടങ്ങളിലും പുരോഗതി. ഞാൻ പറയുന്നു, ആകാശം പോലും ഇനി നിങ്ങൾക്ക് പരിധിയില്ല. ഇന്ത്യ ഇതിനകം ഏറ്റവും വലിയ ബഹിരാകാശ ശക്തികളിൽ ഒന്നായി മാറിയിരിക്കുന്നു. വെല്ലുവിളികൾ ഒരിക്കലും അവസാനിക്കില്ല. പക്ഷേ നിങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഏഷ്യയുടെ സിംഹമായി ഉയർന്നു. കൂടുതൽ വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള ഉയർച്ച. പ്രധാനമന്ത്രി മോദിജിയെ ഇസ്രായേൽ ജനത ആദരിക്കുന്നതിന് മറ്റൊരു വലിയ കാരണം കൂടിയുണ്ട്. ഒക്ടോബർ 7-നുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ നിങ്ങൾ വളരെ വ്യക്തവും ധാർമ്മികവുമായ ഒരു പിന്തുണ ഇസ്രായേലിന് നൽകി. ഇസ്രായേലിനൊപ്പം നിങ്ങൾ നിന്നു. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ലോകത്തിലെ പലരും ആദ്യം സഹാനുഭൂതി പ്രകടിപ്പിച്ചു, എന്നാൽ പിന്നീട് അവർ അത് മറന്നു. എന്നാൽ ഇസ്രായേൽ ഇന്നും സിവിലൈസേഷനെ സംരക്ഷിക്കുന്ന മുന്നണിയിൽ നിലകൊള്ളുന്നു. ഇന്ത്യയും ഇസ്രായേലും ഒരുപോലെ ഭീകരാക്രമണങ്ങൾ നേരിട്ട രാജ്യങ്ങളാണ്. ഞാനും എൻ്റെ ഭാര്യ സാറയും മുംബൈ സന്ദർശിച്ചപ്പോൾ ഭീകരാക്രമണം നടന്ന പ്രശസ്ത ഹോട്ടലിൽ പോയി. അതിനു സമീപമുള്ള ചബാത് കേന്ദ്രത്തിൽ ഒരു യുവ ദമ്പതികളെ ഭീകരർ കൊന്നു. അവരുടെ കുഞ്ഞായ മോശയെ രക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ആയയായിരുന്നു. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. ഇസ്രായേൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു. പ്രഖ്യാപിതമായും പ്രഖ്യാപിക്കാത്ത വഴികളിലൂടെയുമാണ് അത്. ഇസ്രായേൽ ആദ്യം സ്വന്തം സുരക്ഷയ്ക്കായി പോരാടുന്നു. എന്നാൽ അത് ലോകത്തിലെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനു കൂടിയാണ്. ഇന്ത്യ പോലെ ഇസ്രായേലും സ്വാതന്ത്ര്യത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും കോട്ടയാണ്. ഒക്ടോബർ 7-നുണ്ടായ ആക്രമണം ഒരു സത്യത്തെ വ്യക്തമാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ തീവ്രവാദ ശക്തികൾ നമ്മെ തകർക്കും. ഒന്നുകിൽ നമ്മൾ തീവ്രവാദ ശക്തികളെ തകർക്കണം. ഞങ്ങൾ അവരെ തകർക്കുകയാണ്. അത് തകർത്തിരിക്കും. അത് നമ്മുടെ സൈനികരുടെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രം. ചിലർ അവരുടെ കൈകളും കാലുകളുമൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഇസ്രായേലിൽ ജീവിക്കുന്നു എന്ന അഭിമാനത്തോടെ പറയുന്നു. ഇന്ത്യൻ വംശജരായ ചില വീരസൈനികരും ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ തലകുനിക്കുന്നു. ഇതൊരു യുദ്ധം മാത്രമല്ല, ഇത് സത്യത്തിനും മനുഷ്യകുലത്തിന്റെ ഭാവിക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ന് വീണ്ടും യഹൂദ വിരുദ്ധത ഉയരുന്നതായി നമ്മൾ കാണുന്നു. പക്ഷേ ഈ പോരാട്ടത്തിൽ ഇന്ത്യയും നിങ്ങളും ഞങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. നമ്മൾ ഒരുമിച്ച് ഒരു ഇരുമ്പ് സഖ്യം നിർമ്മിക്കും. മിതത്വത്തിലും പുരോഗതിയിലും മനുഷ്യ ഗൗരവത്തിലും വിശ്വാസമുള്ള രാജ്യങ്ങളുടെ സഖ്യം. അതിനെ തകർക്കാൻ ലോകത്ത് മറ്റാർക്കും കഴിയില്ല. അടുത്തയാഴ്ച ഞങ്ങൾ പുരീം ഉത്സവം ആഘോഷിക്കും. ബൈബിളിലെ എസ്തർ ഗ്രന്ഥത്തിൽ ഇന്ത്യയുടെ പേരും പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ യഹൂദ സമൂഹങ്ങൾ ജീവിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള പലരും ഇസ്രായേലിലേക്ക് കുടിയേറി. അടുത്തിടെ ബെനെ മെനശ സമൂഹത്തിൽ ചിലരെ കൂടി ഇസ്രായേലിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്ത്യയിലെ മഹാനായ കവി രവീന്ദ്രനാഥ് ടാഗോർ, നൊബേൽ സമ്മാന ജേതാവ്, യഹൂദരുടെ ദേശീയ പ്രസ്ഥാനത്തെ അദ്ദേഹം പിന്തുണച്ചിരുന്നു. എൻ്റെ അമ്മാവനായ പ്രൊഫസർ എലീഷ നെതന്യാഹു ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുമായിരുന്നു. സാധാരണ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന മഹാപ്രതിഭ, നിങ്ങളെപ്പോലെ തന്നെ. ഇന്ത്യയും ഇസ്രയേലും സമ്പൂർണ്ണ നയതന്ത്രം സ്ഥാപിച്ചതിന് ശേഷം ഓരോ വർഷവും ആയിരക്കണക്കിന് ഇസ്രയേലുകൾ ഇന്ത്യ സന്ദർശിക്കുന്നു. അവർ ഇന്ത്യയുടെ സംസ്കാരവും പൈതൃകവും പുരോഗതിയും ആരാധിക്കുന്നു. ഞാൻ തന്നെ വീണ്ടും ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദർശനങ്ങളിൽ നമ്മൾ സുരക്ഷ, സമ്പദ് വ്യവസ്ഥ, വ്യാപാരം, ഊർജം, സൈബർ, കൃത്രിമ ബുദ്ധി, ബഹിരാകാശം എന്നിവയിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നു. ഇന്ത്യ മധ്യപൂർവ്വ ദേശത്തെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കോറിഡോർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോറിഡോറിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കും ഹൈഫ തുറമുഖം. നാം ടൂറിസം, സംസ്കാരം, കൃഷി, ജലം,
ഡിസാലിനേഷൻ തുടങ്ങിയ മേഖലകളിൽ പുതിയ കരാറുകൾ ഒപ്പിടും. നാം യാഥാർത്ഥ്യത്തെ മാത്രം പ്രതികരിക്കുന്നില്ല, നാം യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുകയാണ്. 2017 നിങ്ങളുടെ ആ സന്ദർശനത്തിന് ശേഷം പല മാറ്റങ്ങളും സംഭവിച്ചു. പക്ഷെ നമ്മുടെ സൗഹൃദം കൂടുതൽ ശക്തമായി. ഗുജറാത്തിൽ നമ്മൾ സന്ദർശിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യൻ ഇസ്രായേൽ പതാകകൾ വീശി നമ്മെ സ്വീകരിച്ചു, അനുഗ്രഹിച്ചു. നിങ്ങൾ ഇന്ന് വീണ്ടും ഇസ്രായേലിലെത്തിയിരിക്കുന്നു. ഈ സൗഹൃദം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പോകും. പ്രധാനമന്ത്രി മോദിജി, എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങളെയും നിങ്ങളുടെ പ്രതിനിധി സംഘത്തെയും ഹൃദയത്തിൽ നിന്ന് സ്വാഗതം ചെയ്യുന്നു. ഇസ്രായേലിലേക്കും ജെറുസലേമിലേക്കും സ്വാഗതം. സൗഹൃദത്തോടെയും സത്യത്തോടെയും മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഇന്ത്യ ശിരസ്സ് നമിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.